ഏ ബാ 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 കുഞ്ഞിലേ ഇവിടെ വന്ന 8 പേര് വന്നതാണ്. 8 പേര് വന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിഴിഞ്ഞ് ഇത് മാത്രം ഇങ്ങനെ വന്ന് ചെറിയ ചെറിയ ആഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മളോട് അങ്ങ് ഇണങ്ങിയിരിക്കുക. ദിവസം ഒരു 4 നേരം വരും. രാവിലെ 1-2 പൊറോട്ട കഴിക്കും, ഉച്ചയ്ക്ക് ഒരു ഉള്ളിവട അല്ലെങ്കിൽ ഉഴുന്നുവട കഴിക്കും, പഴം കഴിക്കും. വൈകിട്ട് ഇതുപോലെ തന്നെ കൂട്ടിൽ കയറി പോകാൻ നേരത്തേക്ക് എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചാൽ മതി. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഈ വരണേ ഉള്ളൂ. അത് നമ്മൾ കഴിക്കുന്നത് രാവിലെ മസ്റ്റാണ് 2 പൊറോട്ട കഴിക്കും. ഇത് ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം ഇവിടെ ഇല്ലായിരുന്നു, ദുബൈയിലായിരുന്നു. അന്നേരം ഇത് ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ വന്ന് കിടന്ന്. മരത്തൊക്കെ ഇരുന്ന് വിളിക്കുക, എടുക്കുക, അങ്ങനെയൊക്കെ. ഞാൻ വന്നു കഴിഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. ആ സ്നേഹം കാണിച്ചത്, നല്ല സ്നേഹം കാണിച്ചു. അടുത്തൊന്നും മാറത്തില്ലായിരുന്നു കുറച്ച് സമയത്തേക്ക്. ഒരു കൃത്യസമയത്ത് വരും, കറക്റ്റ്. കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ മണ്ടയിലോ അല്ല റബ്ബറയിലോ കയറി ഇരുന്ന് വിളിക്കും. അത് മേടിച്ച് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. പൈസ തരത്തില്ല. ഇണങ്ങുന്നതല്ല, പിന്നെ ആദ്യം ഒരു ചെറിയ ചെറിയ കൊടുത്ത് ഇങ്ങനെ അത് അങ്ങ് ഇണങ്ങി. ഹസൻകുട്ടിച്ചേട്ടൻ്റെ അയൽവാസിയും സ്ഥലത്തെ വാർഡ് മെമ്പറും ആയിരിക്കുന്ന ഷാൻ ഹുസൈനോട് ചേരുന്നു. മെമ്പറെ, സാധാരണ വന്യജീവി ആക്രമണമൊക്കെയാണ് നമ്മൾ ഈ മേഖലയിലേക്ക് വാർത്തയാകുന്നത്. ഇതിപ്പം സ്ഥിരമായി വന്ന് ഫ്രീ ആയിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു വന്ന മയിലാണ് ഇവിടുത്തെ വാർത്ത. എങ്ങനെയുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു സഹവാസവും കാര്യങ്ങളും വിടുന്നത്? നമ്മുടെ കുറച്ച് വർഷങ്ങളായിട്ട് മയിലിൻ്റെ ഒരു സഹവാസം ഈ പ്രദേശത്തകത്ത് തന്നെ നല്ല രീതിയിലുണ്ട്. പൊതുവേ മയിൽ ശല്യമെന്ന് പറയുന്നെങ്കിലും ഈ പ്രദേശത്തെ വീടുകളായിട്ടൊക്കെ നല്ല സഹകരിച്ച്. ആദ്യം ശല്യമായിരുന്നു, പച്ചക്കറികളൊന്നും നടാൻ പറ്റാത്ത അവസ്ഥയാണ്, കിളിച്ച് വരുമ്പോഴേ കഴിക്കുക. പക്ഷേ ചില മയിലുകൾ കൊച്ചിലെ തൊട്ടേ കാട്ടിൽ വളർന്നതല്ല, ഇവിടെ ജനിച്ച് വളർന്ന മയിലുകളാണ്. ഇവിടുത്തെ കുറ്റിക്കാടുകളിൽ ജനിച്ച് വളർന്ന മയിലുകളാണ്. അതുകൊണ്ട് ഈ വീട്ടുകാരോട്ടൊക്കെ നല്ല സഹകരിച്ച്, നല്ലപോലെ വീട്ടിലെ കോഴികളുടെ കൂട്ടൊക്കെ സഹകരിച്ച് വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ച് വളർന്ന മയിലായതുകൊണ്ട് ഇത് പുറത്തോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ, പുറത്ത് കാടുകളിൽ പോയി ആഹാരം നേടാൻ പറ്റുന്ന അവസ്ഥയാണ്. പ്രദേശത്ത് ശല്യക്കാരല്ലാത്ത മയിലുകളുണ്ട്. കാട്ടുപന്നിക്കെതിരെ 19-ാം തീയതി വലിയ സമരത്തിലേക്ക് പോകുമല്ലേ? അപ്പോൾ ഈ 19-ാം തീയതി പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വലിയ ബഹുജന പങ്കാളിത്തത്തോട് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് തക്കതായ പോകുംവഴി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള നാട്ടുകാർ അവകാശം. കാട്ടുപന്നിയോടൊപ്പം തന്നെ കിഴക്കൻ മേലെ പാടം തട്ടാക്കുടി തീടിയ മേലെയുള്ള കാട്ടാന ശല്യം. കാട്ടുപന്നിയെ തുരത്തുക, പക്ഷേ നാട്ടിൽ ഇണങ്ങി ജീവിക്കുന്ന മയിലുകളോട് തുടരട്ടെ അല്ലേ? തീർച്ചയായിട്ടും. മയിലിന് വോട്ടർപട്ടിക പേര് ചേർക്കില്ല കേട്ടോ. തീർച്ചയായിട്ടും ഇത്രയും ജനകീയമായതുകൊണ്ട്. എന്തായാലും വളരെ രസകരമായ ഒരു സംഭവം തന്നെയാണ് മയിൽ ഇവിടെ എത്തി ഭക്ഷണം കഴിക്കുന്നത്. 3 നേരം സൗജന്യമായിട്ട് മുട്ടടിക്കുന്ന വിവരം. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.